മനസ്സിലാക്കാൻ സാധിക്കുന്നത് CPM-ഉം CPI-യും തമ്മിലൊരു ചർച്ച നടത്തി അവർ തമ്മിലുള്ള ഏറ്റക്കുറച്ചിലുകളെല്ലാം പരിഹരിച്ച് അവർ എന്ത് ചെയ്യുന്നു, താൽക്കാലികമായി ഈ പദ്ധതിയെ മരവിപ്പിക്കാനുള്ള ഒരു ശ്രമമാണെന്നാണ് മനസ്സിലാക്കുന്നത്. എന്നാൽ ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത് ഇവിടെ CPM-ഉം CPI-യും തമ്മിലുള്ള തർക്കമല്ല ഇവിടെ കേരളത്തിന്റെ വിഷയം. ഇതിൽ CPI-യെ അറിയിക്കാതെ, ഇവിടെ മന്ത്രിസഭയെ അറിയിക്കാതെ ഇവിടെ ഡൽഹിയിൽ പോയി ഒളിച്ച് ഒപ്പിട്ടു എന്നതല്ല നമ്മുടെ വിഷയം. നിങ്ങൾ തമ്മിലുള്ള ചേട്ടൻകാവ അനിയഭാവ ഏറ്റക്കുറിച്ചിലുകളല്ല ഞങ്ങളുടെ വിഷയം. ഞങ്ങളുടെ വിഷയം എന്ന് പറയുന്നത് കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയെ സംഘപരിവാറിന് തുറന്നുകൊടുത്ത ഒരു ഡീലാണ് PM ശ്രീ എന്ന് ഞങ്ങൾ ഇപ്പോഴും തർപ്പിച്ചു പറയുന്നു. ഇത് കേവലം മരവിപ്പിച്ചത് കൊണ്ടോ ഏതെങ്കിലും മന്ത്രിസഭ ഉപസമിതിയെ വെച്ചതുകൊണ്ട് മാത്രം ഇതിന്റെ വിഷയം തീരുന്നതല്ല. ഇത് പൂർണ്ണമായി ഈ പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്ന് UDSF പറയുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് സംസ്ഥാനത്താകമാനം ഇന്ത്യ വിദ്യാഭ്യാസ ബന്ധും തുടർന്ന് ദേശീയപാത ഉപരോധവും ഇത്തരത്തിലുള്ള പ്രതിഷേധ പരിപാടികളും ഒക്കെയായിട്ട് UDSF കടന്നു വരുന്നത്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ രാവിലെ മുതൽ വലിയ രീതിയിലേക്കുള്ള പ്രതിഷേധ പരിപാടിക്കാണ് UDSF നേതൃത്വം കൊടുത്തത്. ഒരു കാര്യം കേരളത്തിലെ മുഖ്യമന്ത്രിയോട് പറയുന്നു, നിങ്ങൾക്ക് അമിത്ഷായുമായും നിങ്ങൾക്ക് നരേന്ദ്രമോദിയുമായും എന്തെങ്കിലും ഡീലുണ്ടെങ്കിൽ, നിങ്ങളുടെ കുടുംബപരമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ സെറ്റിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഡീലുണ്ടെങ്കിൽ, വരുന്ന തദ്ദേശ പൊതു തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ പരസ്പരം വോട്ട് കച്ചവടം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഡീലുണ്ടെങ്കിൽ ആ ഡീലിന് വേണ്ടി പണയം വെക്കേണ്ടതല്ല കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖല എന്ന് പറയാൻ UDSF ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ അതുകൊണ്ട് ഈ ഡീലിൽ നിന്ന് പുറത്തു പോകണം. കേരളത്തിലെ ക്യാമ്പസുകളിലും തെരുവുകളിലും വലിയ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ട് UDSF മുന്നോട്ട് പോവുകയാണ്. ഇവിടെ കടന്നു വന്ന മുഴുവൻ UDSF-ന്റെ സഹപ്രവർത്തകരെ സംസ്ഥാന UDSF കമ്മിറ്റിക്ക് വേണ്ടി ഹൃദയാഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ മാർച്ച് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു. ഒരു കാര്യം മാത്രം പിണറായി വിജയന്റെ അടുത്ത് പറയുന്നു, നിങ്ങൾ കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയെ സംഘപരിവാറിന് തുറന്നു കൊടുക്കാനുള്ള തീരുമാനമായി മുന്നോട്ട് പോയാൽ, PM-ശ്രീ പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോയാൽ ഞങ്ങൾ നഖശികാന്തം ഇതിനെ എതിർത്തുകൊണ്ട് ഞങ്ങളുടെ അവസാനത്തുള്ള രക്തം പൊടിഞ്ഞു വീഴുന്നതുവരെ PM-ശ്രീ പദ്ധതിക്കെതിരെ ഞങ്ങൾ ശക്തമായി പ്രതിഷേധിച്ചുകൊണ്ട് മുന്നോട്ട് പോകും. ഒരു കാര്യം മാത്രം കേരളത്തിലെ CPI-യോടും അവരുടെ യുവജന വിദ്യാർത്ഥി സംഘടനകളോടും പറയുന്നു, നിങ്ങൾ തമ്മിലുള്ള തർക്കം പരിഹരിച്ചതിന് ശേഷം അങ്ങ് ചായയും മണ്ണും കഴിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകാമെന്ന്, ഒരുമിച്ച് മുന്നോട്ട് പോകാമെന്നുള്ള ധാരണയുമായിട്ട് മുന്നോട്ട് പോയാൽ ഈ PM-ശ്രീ പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകുന്നതിൽ നിങ്ങൾ കൈകൊടുത്താൽ ഞങ്ങൾ ശക്തിയുക്ത പദ്ധതിയെ എതിർക്കുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ, ആശംസകൾ. ജയ് UDSF. യോഗത്തിന്റെ നേതൃത്വം അടക്കമുള്ള ആളുകൾക്ക് വളരെ വിശദമായി തന്നെ KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റ് എന്തിനു വേണ്ടിയാണ് ഈ പ്രതിഷേധവുമായി ഞങ്ങളിവിടെ ഈ റോഡ് ഉപരോധിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞു. നമ്മളൊരു വലിയ പോരാട്ടത്തിലാണ്. ഈ പോരാട്ടം എന്ന് പറയുന്നത് നമ്മളിവിടെ അലോഷ്യസ് പറഞ്ഞതുപോലെ കേരളത്തിലെ ഒരു വിദ്യാഭ്യാസ മേഖലയെ അത് സംഘപരിവാറിനെ കച്ചവടം ചെയ്തതിന്റെ പേരിൽ ഇവിടെ വലിയ പോരാട്ടങ്ങളുമായി കേരളത്തിലെ വിദ്യാർത്ഥി സംഘടനകൾ മുന്നിൽ നിൽക്കുകയാണ്. ഇതറിയാം, കേരളത്തിലെ SFI ഒഴികെയുള്ള മുഴുവൻ വിദ്യാർത്ഥി സംഘടനകളും ഈ പ്രശ്നവുമായി നിലവിലുള്ളപ്പോ SFI കാണാനില്ല. SFI എവിടെയാണ് എന്ന് കേരളത്തിലെ മാധ്യമ സുഹൃത്തുക്കൾ ചോദിക്കുന്നുണ്ട്. ഈ സമരത്തിൽ എവിടെയാണ് SFI എന്ന് കേരളത്തിലെ മാധ്യമ സുഹൃത്തുക്കൾ ചോദിക്കുന്നുണ്ട്. നിങ്ങളുടെ ചോദ്യം ആത്മാർത്ഥമാണ് എങ്കിൽ അവർ എവിടെയാണ് നിങ്ങൾക്കറിയില്ല എങ്കിൽ നിങ്ങൾക്ക് ഞങ്ങൾ കാണിച്ചു തരാം. SFI എവിടെയാണ് എന്ന് ഞങ്ങൾ കാണിച്ചു തരാം. SFI എവിടെയാണ് എന്ന് ചോദിക്കുമ്പോ കേരളത്തിൽ ഈ നീലുറപ്പിച്ചതിന്റെ പേരിൽ സന്തോഷം പങ്കിടുന്ന ഈ ശിവൻകുട്ടിയും നേതാക്കന്മാരുടെ സന്തോഷം പങ്കിടുന്ന അടുക്കളയിൽ പാത്രം കഴുകുന്ന പണിയിലാണ് SFI-ക്കാർ ഇപ്പോൾ ഉള്ളത് എന്ന് MSF-ന് UDSF-ന് ഇവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ കൂടുതൽ സമയം ദീർഘിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഈ സമരം ഒരു കുഞ്ഞിനെ ബാധിക്കുന്ന പ്രശ്നമല്ല, കേരളത്തിലെ മുഴുവൻ ജനങ്ങളെയും ബാധിക്കുന്ന വിഷയമാണ്. ഈ വിഷയത്തിൽ പരിഹാരം എന്ന് പറയുന്നത് ഒന്ന് മാത്രമാണ്. ഈ PM-ശ്രീ പദ്ധതി എന്ന് പറയുന്നത് NEP-യുടെ ബൈ പ്രൊഡക്റ്റിനെ ഈ പദ്ധതിയെ പൂർണ്ണമായും ഇവിടെ വേണ്ട എന്ന് പറയുന്നതുവരെ, അത് പിൻവലിക്കുന്നതുവരെ ഈ സമരത്തിന്റെ മുന്നിൽ കേരളത്തിന്റെ UDSF-ന്റെ KSUവിന്റെ MSF-ന്റെ പ്രവർത്തകന്മാർ ഉണ്ടാകുമെന്ന് മാത്രമേ എല്ലാവർക്കും ഈ സമരത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും പ്രതിഷേധം
കാശിനു വേണ്ടി കേരളത്തെ ഒറ്റുകൊടുത്ത് പിണറായി വിജയ മൂരാച്ച് ഈശ്വരൻകുട്ടി മൂരാച്ച് കത്തട്ടങ്ങനെ കത്തട്ട് ആളിക്കത്തി പടരട്ടെ കേരളമാകെ പ്രതിഷേധം. സംഘിക്കുട്ടി ശിവൻകുട്ടി
ശരിക്കും കാറ്റാവട്ടെ, കത്തികളിക്കും തീയാവട്ടെ, പ്രതിഷേധത്തിന്റെ ലഹരികൾ, UDSF സിന്ദാബാദ്, UDSF സിന്ദാബാദ്, ശരിക്കും കാറ്റാവട്ടെ, ശരിക്കും കാറ്റാവട്ടെ, കത്തിയരിയും തീയാവട്ടെ, പ്രതിഷേധത്തിന്റെ ലഹരികൾ, നിങ്ങളുടെ തോളിൽ തട്ടി, ഒറ്റുകാര എന്ന് വിളിച്ചാൽ സിന്ദാബാദ്. സിന്ദാബാദ്.